ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലോ ഐസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ക്രാഫ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുക. ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആണല്ല ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആണ് ചെയ്യാതെ കാണണമെന്ന് മനസ്സിലായി. അടുത്ത പാർട്ട് 2 ആണെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി, പാർട്ട് 2 വരും. ഇത് കുറച്ച് എടുക്കണുള്ളൂ, ഇതെന്ന് വെച്ചാൽ ഇനി സമയമില്ല. അതേപോയി കിട്ടിയതൊന്നും കുറച്ച് ഇന്നലത്തെ ഇൻസൈഡ് ബസ് കണ്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ കൊള്ളായിരുന്നു. സ്പാണായി. ഞാൻ മരത്തിൻ്റെ അടുത്ത് സ്പാണാകുമെന്ന് വിചാരിച്ചു. ഇത് മരമല്ലല്ലോ, പൊട്ടിച്ചിട്ട് കുറച്ച് എങ്ങനെ ഇതെന്തിരി എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ. ഇത് വേണമെന്നുള്ളവർ പ്ലേ സ്റ്റോറിൽ പോയി ഐസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞുള്ളടക്കിയാൽ കിട്ടും. ആ മീൻ എൻ്റെ അണ്ടർ വാട്ടർ സ്വിമ്മിങ് എങ്ങനെയുണ്ട്? അവിടെ മരം ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ തട്ടി. അപ്പോൾ അവിടെ അങ്ങോട്ട് ഇതെന്താ ഐസിൻ്റെ കളറ്? ഇതിൻ്റെ പേരാണ് ഗ്രാവൽ. എനിക്ക് പൊട്ടിക്കാൻ നേരെയില്ല. ഓടിപ്പോ. കോഴിക്കുഞ്ഞുങ്ങൾ കക്ക വാ ബാബാ. അവിടെ മരമില്ലേ ഉള്ള? ഞാൻ കാണണമല്ലോ. നല്ല മരം തന്നെ ഇത്. അതെനിക്ക് നോക്കാം. തേനീച്ച കുട്ടന്മാർ. നമുക്ക് ഇത്ര മരം പോരാ. ഇന്ന് തന്നെ മാക്സിമം ഒരു ഷീൽഡുണ്ടാക്കി 2 ജലന്തീനെ പോലെ ഒരു രണ്ട് ക്രീപ്പറിന് പൊട്ടിത്തെറിപ്പിക്കണം. നടന്നാൽ കൊള്ളാം. ഈ കളിയിലൊരു ചാലഞ്ച് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയത്. ഞാൻ ഇതിൽ ഒരു അനിമൽസിനെയും കൊല്ലൂല. അയൺകുളത്തിന് കൊല്ലാം. അയാൾ എനിക്ക് എടുക്കാൻ വയ്യ, ദൂരെ പോയി കേട്ടോ. ഇത് ഇവിടെ ഇത് കുറ്റിക്കാടാ? കുറ്റീനേക്കാളും കാണാണല്ലേ ഇവിടെ ഉള്ളത് മുഴുവൻ. ഭ്രാന്ത് പിടിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മരവും ഇല്ല. ഞാനൊരു കാര്യം ചെയ്താലോ? ചീറ്റിംഗ് ആവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ചും കൂടെ പോയി നോക്കട്ടെ. ഇവിടെ പോയിട്ടും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ മരം അങ്ങ് എനിക്കിനി പോണോ? അങ്ങ് പോണം. കടൽ രാക്ഷസന്മാരെ എണീക്കടാ, എണീറ്റ് വാ. മൈൻക്രാഫ്റ്റ് ടിക്ടോക്ക് ഹാക്സ് വേണമെന്നുള്ളൊരു കമ. അയ്യോ ഇത് ഏത് കൊണാപ്പം ഞാൻ പോണു? എൻ്റെ അടുത്ത് ഓടി വരണവേ. എന്നെ ചേട്ടായി ഞാൻ പോണ്, എന്നെ കിട്ടൂല. എടി എന്തൊരു തേപ്പടേ. ഇങ്ങനെയും തേപ്പുണ്ടാ? പൊട്ടിക്കാൻ പറ്റുമോ ഇത്? എന്തിനാന്തോ തേങ്ങ? എന്താണ് ഇത്? എന്തു തേങ്ങയാണ്? ബണ്ണീസ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോണേ, വേറെ ലോകത്ത് സ്പോണായാലോ? ഞാൻ വേറെ ലോകത്ത് സ്പോണാകാൻ പോണു. 1 മിനിറ്റ് വെയിറ്റ്. ഞാൻ വേറെ സുഖത്ത് കാണാൻ പോണു. എനിക്ക് ക്രിയേറ്റീവാണ് ഇഷ്ടം. പിന്നെ നമ്മൾ യൂട്യൂബിന് വേണ്ടിയാണ് ഇവിടുത്തെ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആപ്പ് വെച്ചല്ലേ ചെയ്യണം. ഈ നെറ്റിൻ്റെ മേളിലൊരു സ്ക്രീൻ റെക്കോർഡെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. അതിലാണ് നമ്മളിപ്പോൾ ആഫ്രിക്കയിലെത്തി. ആഫ്രിക്കൻ ഞാനെന്തോ താഴെ കാണുന്നുണ്ടല്ലോ. ഞാനെന്തോ അവിടെ അപ്പുറത്തൊരു ഐസ്ലാൻഡ് പോലെ കാണുന്നുണ്ടല്ലോ. ആ ഐസ്ലാൻഡിൽ എന്തോ ഒരു സാധനമുണ്ടല്ലോ. എനിക്കിന്ന് അയൺകോളത്തിനെ കൊല്ലാൻ പറ്റുമോ? എൻ്റെ ടെക്നോളജിയെ ഞാൻ കാണിച്ചു തരാം. അതപ്പം പറഞ്ഞുതരും. നിങ്ങൾ ഇപ്പോൾ കേട്ട ഒരു സുഖം കാണില്ല. ഇപ്പോഴത്തേക്ക് ഇത്ര മരം മതി എന്നാണ് എനിക്ക് തോന്നണത്. കൃകൃ സൗണ്ട് കേൾക്കണമെങ്കിൽ അത് ഫാനിൻ്റെയാണ്. ഭയങ്കര ചൂട്. ഇതെടുക്കാൻ തന്നെ ഞാൻ കുറേ നേരം എടുത്തു. നിങ്ങൾ കണ്ടാന്നറിയൂടോ, ഞാൻ കാണാൻ മുമ്പ് എന്തോ ഒരു ഐസ്ലാൻഡിൽ എന്തോ ഇരിക്കും പോലെ. അതെന്താടോ അവിടെ ഒരു വാക്കിൻ്റെ അപ്പുറത്ത് എന്തിനോ കിടക്കണ മരം? വൃക്ഷം തരൂ അങ്ങനെ എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് താഴെ കണ്ട അവിടെ എന്തിനോ കണ്ട ലുക്ക് അറ്റ് അവിടെ കണ്ട. ഞങ്ങൾക്ക് പറഞ്ഞില്ലേ മറ്റേ താഴോട്ട് ഇരിക്കണൊക്കെ ചിഹ്നം കിടക്കണം. അവിടെ എന്തോ ഞാൻ പറഞ്ഞില്ലേ, അത് വില്ലേജാണ്. നമുക്ക് വില്ലേജ് കിട്ടി. അപ്പോൾ അയൺകോളത്തിൻ്റെ കാര്യം ഗോവിന്ദായി. എനിക്ക് ഇത്രയും മരം ഇപ്പോൾ പോരേന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനിയല്ല മരം വേണം. നമുക്ക് താഴോട്ട് പോകണ്ട. ഇപ്പം
പോവാല്ലേ? അല്ല അതെനിക്ക് വേറെ ഐഡിയ ഇല്ല. വില്ലേജ്. യെസ്, ഞാൻ കണ്ടുപിടിച്ച ശരിയാണ്. യെസ് ഗായ്സ്, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു വില്ലേജ്. അത് കൊള്ളാം, സ്പാണായി വന്നതും വില്ലേജിൽ. വാവ്, ടെക്നോളജിയാ. ആടെ അങ്ങോട്ട് നീങ്ങില്ലായിരുന്നു കൊല്ലി. ഞാൻ ചാലഞ്ച് എടുത്താണ് കളിക്കണം, കൊല്ലൂലെന്നും പറഞ്ഞ്. ഇവിടെയും വെള്ളം. ഈ വില്ലേജിൽ എന്ത് സോംബീസ് ഒന്നും വരൂലേ? വില്ലേജ് കണ്ടുപിടിച്ചു. അപ്പൂപ്പാ ഹായ്. ആദ്യം തന്നെ നമുക്ക് ഈ വീട്ടിൽ അങ്ങ് കയറി നോക്കാം. തുറക്കൂ സിം സിം, സിം 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 സിം, തുറക്കൂ സിം, അടയ്ക്കൂ സിം സിം. ഒരു കട്ടിൽ ഉറപ്പായിട്ടും എടുക്കണം. എന്തിനെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും കട്ടിലെടുത്തില്ലെങ്കിൽ. എനിക്കിഷ്ടമുള്ളടത്ത് ഞാൻ കട്ടിലെടുക്കും. ഈ വീടിനകത്തൊന്നും ഇല്ലേ? ഇവന്മാരൊക്കെ എന്തിനും ഇവിടെ താമസിക്കണം? പൊട്ടിക്കെട്ടാ ചെയ്യേണ്ടി വെച്ച് ക്രിയേറ്റീവാക്കി കളിക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക്. ബീട്രൂട്ട് ഒക്കെ. പിന്നെ വെർ ഈസ് മൈ അയൺ ഗോളം? ഐ വാണ്ട് ടു കിൽ ഹിം. വേർ? എൻ്റെ ടെക്നോളജിയാണ് നിങ്ങൾ കണ്ടോ ഗൈസ്? നിങ്ങൾ ചിരിച്ച് ചാവും ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല. ഇവന്മാരെന്തിനാ ഇവിടെ കാണിക്കണം? വീട്ടിൽ കാണും വല്ല ചെസ്റ്റോ എല്ലാം കാണണം. ഉണ്ട്. ബ്രെഡ്, പൊട്ടാറ്റോ, അയൺ ഇങ്കറ്റ്. അയണല്ല, ഗോൾഡ് ഇങ്കറ്റ്. പിന്നെ വന്നെടുക്കാം. നമുക്കിതൊക്കെ എടുക്കാം, പക്ഷെ അത് നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. മറ്റേ എന്തൊരു ബ്രൂവിങ് സ്റ്റാൻഡാ, എന്തിനോ ഒരു സ്റ്റാൻഡല്ലേ അതിൻ്റെ പേര്. എടാ അവിടെ നില്ലടാ, എനിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കൊല്ലണം. ബെഡ് എടുക്കാം ഇവിടെ നിന്ന്. ബെഡ് വണ്ടി. ബ്രെഡ് എടുക്കാല്ലേ? ചില വിശന്ന് ആദ്യം നമുക്ക് ഇത് തീക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് തീർക്കാം. പറ്റുമെങ്കിൽ ഞാൻ മൈൻക്രാഫ്റ്റ് വീഡിയോ ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ. ചിലവുമാർ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇത്. എൻ്റെ ടെക്നോളജിയെ കണ്ട നിങ്ങൾ ചിരിച്ച് ചത്തുവും ഗൈസ്. എൻ്റെ ടെക്നോളജിയാണ് നിങ്ങൾ കണ്ടേ പറ്റൂ. നിങ്ങൾ കണ്ട ചിരിച്ച് ചാവും. പൊളിച്ചൻ ടെക്നോളജിയാണ്. ആദ്യം തന്നെ നമുക്ക് മേളിൽ പോയി നമുക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്താ നോക്കുന്നേ? ഞാൻ നോക്കുമ്പോൾ മാത്രം അതിനകത്തൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഇവിടെ ബെഡ് വയ്ക്കാം. ബെഡ് ഇവിടെ പറ്റില്ല. ഇവിടെ പറ്റില്ല. പറ്റി. മേളിൽ പോട്ടെ. നിങ്ങളവന് ഇഷ്ടപ്പെട്ട ഗെയിം ഏതെന്ന് കമൻറ്റ് ചെയ്യാം. 76 ഓക്ക് കോക്ക് അങ്ങനെയൊക്കെയാണ് കിടക്കണത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. സ്റ്റിക്ക് വേണം നമുക്ക്. ഒരു 24 അത്ര മതി. എടുക്കാം, ആവശ്യം വന്നാലേ. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ എടുത്ത് വയ്ക്കൂ. ആദ്യം തന്നെ എനിക്ക് ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പിക്കാസ് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ കോളത്തിനെ കൊല്ലണ്ടേ. ഞാൻ അയൺ കോളത്തിനെ വിളിക്കുന്നതാണ് അയൺ മാൻ ഓഫ് ദ മൈൻക്രാഫ്റ്റ് വില്ലേജ്. ഇത് ഇറങ്ങണില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്താൽ പോകും. ഈ ചാടിയിട്ട് ഇറങ്ങില്ല. പൊട്ടിച്ചള ഇവിടെ. ബെഡ് തന്നെ താഴെ. ഇതെന്ത് എന്ത് തേങ്ങയാണിത്? ഇങ്ങനെയുണ്ടോ ഒരു തേങ്ങ ഉള്ള കളിപ്പേ? മോനെ അയണുകോളം ഇവിടെ എവിടെയെങ്കിലും ഇവിടെ പൊട്ടിക്കണേ. ഇതാണ് എൻ്റെ ടെക്നോളജിയ. അപ്പൂപ്പാ, നിങ്ങൾ അയൺകോളത്തിന് ഞാൻ കൊല്ലയാണ്. കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. ഹായ് ചേട്ടാ, ഞാൻ അയൺകുളത്തിന് വിളിക്കാൻ പോണം. ഇത് എവിടെ പോയി? അയൺകുളത്തിനൊന്ന് വിളിച്ചോണ്ട് വരുമോ? തുറന്നിടാം, ഇല്ലെങ്കിൽ എനിക്ക് പണിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഓടി വരണ നേരത്തിന് ഒരു റിയാക്ഷൻ സംഭവിക്കും. ഇവിടെ എവിടെയെങ്കിലും കാണും.
ഔച്ച് ഔച്ച്, അടിക്കല്ലേ അയൺകുളം, ഞാനൊരു പാവമാണ്. എടാ നിങ്ങൾ അയൺകുളത്തിൻ്റെ കൊല്ലുണ്ട്, പെട്ടെന്ന് കഥ അടച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ചുമ്മാ കമ്പും വെച്ച് കയറണ അയൺകുളത്തിൻ്റെ അടിയും കൊണ്ട് ചാവാം. അയാൾ നമ്മളെന്തിനാ ഇവിടെ ഇപ്പോൾ വരും മോനെ. വന്നാ മക്കളേ, എന്തു പറ്റി? കുറച്ച് അയൺ എടുക്കണം, എന്നിട്ട് ഞാൻ നിൻ്റെ കൂട്ടുകാരൻ വരെ ഉണ്ടാക്കി തരാൻ വീണ്ടും. കയറി വാ മക്കളെ, പന്നീനെയല്ല ഞാൻ വിളിച്ച. വന്നാ ഹാപ്പി ഡെത്ത് ഡേ ഓഫ് അയൺകുളം. അയ്യോ എൻ്റെ പിക്കാസ് കൂട്ടി. ഇനി അവനെ എന്തിനു ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ചിക്കെടുക്കാം. ചിക്കെടുത്തടിച്ച് ഇനി അത് പൊട്ടി എന്തിനു ചെയ്യും? ഞാനത് 26 കളിക്കണത്. ഇത് ഫസ്റ്റ് ചെയ്തപ്പോൾ റെക്കോർഡായില്ല, സെക്കൻഡ് ചെയ്തപ്പോൾ വോയിസ് എടുക്കാൻ പറ്റിയില്ല, തേർഡ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലെ ആക്ഷൻ മൊത്തം അതിൽ കാണാം. ഈ ഫോണുകളിലെ ടെക്നോളജി ആരുടെ ഉണ്ടാക്കിയ അവനെ കിട്ടിയ നല്ല ഞാൻ മരവിട്ടടിക്കുന്നു ഗൈസ്, കുഴപ്പമില്ലല്ലോ. ഇങ്ങോട്ട് ബാ മോനെ, ടെക്നോളജി കൊള്ളാമോ? അടിക്കണമെങ്കിൽ അയൺ കൊണ്ട് തന്നെ എടുക്കണം, ഡയമണ്ട് തന്നെ കൊണ്ടെടുക്കണം. ലൈഫ് പോയി. എൻ്റെ ബ്രെഡ് എടുത്ത് തിന്നാൻ നേരമായെന്നാണ് തോന്നണത്. ഹായ് ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുതേ, എനിക്ക് ഷീൽഡ് ഉണ്ടാക്കണം, ഞാൻ ബ്രെഡ് തിന്നാൻ പോകുന്നു. കൊതിക്കണാണ് കൊതിയ, ബ്രെഡ് തിന്നണ കണ്ടിട്ടില്ലേ? എനർജി കിട്ടാനാ. ഇത് ലൈഫുകളൊന്നും മറ്റേ ഡാൻസ് കളിക്കുന്നത്. കോമഡി എഡിറ്റിംഗ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. കാണുന്നവർ പിന്നെ കമൻറ്റ് ചെയ്യണം, ആരെ പേരും കൂടെ കമൻറ്റ് ചെയ്യും. അയൺ എവിടെയാ? 2 ഉള്ളൂ, 5. ഈ പന്നിക്ക് അയൺ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസം സർവൈവൽ മോഡലായി അയൺ. മാറിപ്പോ വില്ലേജർ, ഞാൻ അടിക്കും. പോവാൻ വയ്യ, അടി എളുപ്പമാ. ഒക്കെ മൂടി കുഴപ്പമില്ലല്ലോ. ഓക്കെ ചെക്കിലൊക്കെ മേളിൽ കയറിക്കോ. ഹൈ, നല്ല സൂര്യൻ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം, അയൺ സ്വാഡ് എടുക്കണം, ഉണ്ടാക്കണം. നമുക്കിന്ന് കുറേ ബ്രെഡ് ഉണ്ടാക്കാം. 64 എത്ര? അത് പിന്നെ നോക്കാം. എന്നുവെച്ചാൽ 2 സെറ്റ് 64 ബ്രെഡ് ഉണ്ടാക്കണം. ഡയമണ്ട് ആക്സ് അല്ല മതി, എനിക്ക് ഷീൽഡ് വേണം. ഷീൽഡ് സ്കെൽട്ടണൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ ദേഹത്ത് കിടന്ന് ഞെരയും. ഈ ഷാർപ്പ്നെസ് ഉണ്ടാക്കാൻ എൻഹാൻസ്മെൻറ്റ് ക്യൂഡാ അങ്ങനെ എന്തോ ഒരു പറഞ്ഞു, ഹാർഡ്നെസ്. പിന്നെ ഇത് എൻഹാൻസ്ഡ് സാധനം ഐറ്റംസ് ഉണ്ടാക്കാനാണെങ്കിൽ വേണ്ടത് അൻവില്. ചെസ്റ്റ് ഉണ്ടാക്കി നമ്മൾ, ചെസ്റ്റ് വെച്ചു. ചെറിയ ചെസ്റ്റ്, ഒരു 3-4 ചെസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ചെസ്റ്റാകുമായിരുന്നു. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഷീൽഡുണ്ട്, എനിക്ക് ഒരു ഷീൽഡും കൂടെ വേണം. വാവ്, നമ്മുടെ എനിമീസ് ഇറങ്ങാൻ നേരമായി. ഞാൻ പറഞ്ഞ പോലെ ക്രീപ്പേഴ്സിനെയൊക്കെ കാണാൻ പറ്റുമോ? 2 ക്രീപ്പർ 2 ജലന്തി. എന്നിട്ട് എൻ്റെ ലക്ഷ്യം അതാണ്. ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് എന്ത് വന്നാലും ക്രീപ്പേഴ്സ് പൊട്ടിക്കും, ഉറപ്പ്. ഷീൽഡാണെങ്കിൽ പെട്ടെന്ന് തകരും. വില്ലേജേഴ്സൊക്കെ വന്നോന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. വില്ലേജേഴ്സിനെ പറഞ്ഞൂടി? അങ്ങനെ എനിക്ക് പറഞ്ഞൂടെ അത്രയ്ക്ക്. എല്ലാം പെട്ടിക്കകത്താക്കിക്കോ. പണ്ടാരപ്പെട്ടിക്കകത്ത് പോട്ടെ, പണ്ടാരപ്പെട്ടിക്കകത്ത് പോക്കോ. ഹൂയി അതൊന്നും വേണ്ട. ചാടാൻ പോണു. ബ്ലും. ഞാൻ പറയണ ഒരു ചീറ്റ് കോഡ് നിങ്ങളെടുത്ത് അടിച്ചു നോക്കണേ. ഈ ചീറ്റ് കോഡ് അടിക്കണ അവിടെ ഒരു മെസ്സേജ് പോലെ കിടക്കണേ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു വരയുടെ ചിഹ്നം കാണാം. ആ വരയുടെ ചിഹ്നം അവിടെ ഒരു ഒത്തിരി കൊല്ലം ഓടിക്കണം. ഒരു വരയുടെ ചിഹ്നം കൊടുത്തിട്ട് കില്ല് വേണ്ടല്ലോ, ഒരു AE എന്നടിക്കണം. അത് യൂട്യൂബിലുണ്ട്, അത് നോക്കാം. എനിക്ക് എഴുതണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഏതെങ്ങനെയാന്ന്. 2 ജലന്തി, ഒരു ക്രീപ്പറും കൂടെ വേണം. ക്രീപ്പേഴ്സ് വേർ ആർ യു? ഐ സീ യു. ഗ്രാനി കളിക്കാൻ പറയരുതേ ഗായ്സ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കളിയാണ്. ഇഷ്ടമില്ലാത്തതല്ല, എനിക്ക് പേടി കളിക്കാം. വാ
I love creepers for blast him. പൂച്ച ക്രീപ്പർ ഓട്ടിയിട അതിനെ പോയി ഓട്ടിയിരു പൂച്ച. ഇതിനൊക്കെ ഏത് നേരമുണ്ട്. പറയണ അണ്ണൻ തമ്പി. യെസ് അണ്ണൻ തമ്പി. പൊട്ടറാ നീ പൊട്ടറാ. അന്ത ഭയമാർക്കെ തീറ്റയോ കോടിക്കൊണ്ട് കൊറ. ബാ മക്കളെ ചേട്ടൻ ഒരു സർപ്രൈസ് തരട്ടെ. എത്ര സ്ട്രിങ് തരും? സ്ട്രിങ് എന്താ എനിക്ക് കിട്ടിയേ? അതിൻ്റെ കണ്ണ്. എടാ എനിക്കൊരു ചിലന്തിനെയും കൂടെ ഞാൻ വാ അടുത്തവനും ഉണ്ടാ. അതിനകത്ത് കുഴിക്കാത്തൊന്നും വീഴല്ലേ. ബുദ്ധിശാലികൾ. ഒപ്പം എന്നെ എന്തായാലും ഇങ്ങനെ ചതിക്കില്ലേ ഷീൽഡ്. മോനെ ഹാപ്പി അല്ലേ? അമ്മേനെ അച്ഛൻ്റെ കൂടെ ഒക്കെ പറഞ്ഞോ പോകണമെന്ന കാര്യം? ചത്ത്. ഇതിനകത്ത് ശവം മാത്രമേ ഉള്ളൂ. ഇത്ര ശവമോ അത്? അമ്മേ. അടുത്ത വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിരിക്കില്ല, ഷോർട്ട് വീഡിയോ ആയിരിക്കും. വില്ലേജേഴ്സ് ഇതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. എനിക്കിതൊക്കെ വേണം. ഐ ലവ് വീറ്റ്. എനിക്കിതിനൊന്നും ഇഷ്ടമല്ല. ബ്രെഡും ജാമും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജാമ് കളക്ട് ചെയ്തിട്ട് ഈ സ്റ്റിക്ക് അല്ല ഇതല്ല, ഇതിൻ്റെ വേറെ സ്വാഡ്. ഈ വാളപ്പം വേണോ? പൊട്ടി. വില്ലേജേഴ്സ് ഞാനത് എടുത്തോട്ടെ. നിങ്ങൾ വേറെ ഉണ്ടാക്കുമല്ലോ. നിങ്ങൾ പ്രൊഫഷണൽസ് അല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ. പ്രൊഫഷണൽസ് അങ്ങനെ നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല. നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് തിന്നാൻ കിട്ടണത് ഒരു ദിവസത്തേക്ക്. നമുക്കിനി എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇന്ന് ബോ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ബോ 2 സ്ട്രിങ് അല്ലെന്നാണ് എൻ്റെ ക്ലാസ്സിലുള്ള ഒരുത്തൻ പറഞ്ഞത്. ഗൗതം എന്ന് പറയും. അവനെന്നെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇഷ്ടമില്ല. ബ്രെഡ് ഉണ്ടാക്കാമല്ലേ? ബ്രെഡ് ഉണ്ടാക്കാൻ എന്ത് വേണം? വീറ്റ്. 264. നമ്മൾ ബ്രെഡാണ് 64 ഉണ്ടാക്കാൻ വിചാരിച്ചത്. കുക്കീസ് എങ്ങനെ? വീറ്റും മതി, കൊക്കോ സീഡും. ബ്രെഡ് 64 മതിയോ? 4 സെറ്റ് 64 വേണം. എടുക്കാൻ പറ്റും? പറ്റും. ഗൈസ് എൻ്റെ വീറ്റെല്ലാം തീയുന്നു. കൗബോയ് ഒരു അയൺകോളത്തിൻ്റെ അടുത്ത് അയണുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം? പുഴുങ്ങി തിന്നല്ലേ അവൻ്റെത്. ബോ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നണില്ല പറ്റുമെന്ന്. ഫിഷിംഗ് റോഡ് 2 ഉണ്ട്. അപ്പോൾ ബോയും 2 ആയിരിക്കും. ഡയമണ്ട് ഈ 3 സ്ട്രിങ് വേണം. മൂഞ്ചി ഇതാണെങ്കിൽ ഉണ്ടാകും. പക്ഷെ എന്തിനാ ഫിഷിംഗ് റോഡ്? വെറുതെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക. എല്ലാവരെയും താങ്ക് യു വാച്ചിങ് ഫോർ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ വരുന്നത്